അപ്രതീക്ഷിതമായി ചിലതൊക്കെ സംഭവിക്കുമ്പോഴും ഒരുപാടധികം ശ്രമിച്ചിട്ടും ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോഴും നിസ്സഹായരായി നമ്മൾ ചോദിക്കാറില്ലേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന്. ഒക്കെ ഫിഗർ ഔട്ട് ചെയ്തുവെന്ന് നമ്മൾ കരുതിയാലും ലൈഫ് പ്ലാൻ ചെയ്ത പോലെ നടക്കാറേയില്ല. സയൻസിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളാണ് തിയറി ഓഫ് അൺസർട്ടനിറ്റിയും റാൻഡംനെസ്സും. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതിനും കോടിക്കണക്കിന് മടങ്ങ് ചെറുതായ ഒരു ലോകത്ത് കണികകൾ നിരന്തരമായി അനന്തമായി ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ചലനങ്ങളൊക്കെ ക്രമരഹിതമാണ്. നാം ഒബ്സർവ് ചെയ്യാത്ത പക്ഷം കണികകൾക്ക് കൃത്യമായ ഒരു സ്ഥാനമോ പ്രവേഗമോ ഇല്ല. എന്നാൽ ഇത്തരം ചലനങ്ങളുടെ ഫലമായി ചിട്ടയുള്ള അതിസങ്കീർണമായ പാറ്റേണുകൾ രൂപപ്പെടുന്നുണ്ട്. നെബുലകൾ, ഗാലക്സികൾ, ആറ്റത്തിൻ്റെ ഘടന, DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ, അങ്ങനെ. ശരിക്കും ഈ റാൻഡംനെസ് നമുക്ക് തരുന്നത് ഒരുതരം സ്വാതന്ത്ര്യമല്ലേ? മുൻകൂട്ടി എഴുതപ്പെടാത്ത ഒരു കഥയിൽ നാം എഴുത്തുകാരായി തന്നെ മാറുകയാണ്. ഒരു ഉറപ്പുകളുമില്ലാത്ത ഈ ലോകത്ത് നാം ജീവിച്ചുവെന്ന്, നാം ജീവിച്ച നിമിഷങ്ങൾ അർത്ഥവത്തായിരുന്നുവെന്ന് നമുക്ക് ഉറപ്പു തരാൻ കഴിയുന്നത് നാം എടുത്ത ചോയ്സുകൾക്കാണ്, സ്നേഹത്തിനാണ്, അനുതാപത്തിനാണ്, ചേർത്ത് നിർത്തലുകൾക്കാണ്. എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങൾ അറിയുക, ക്രമരഹിതമായ അനേക കോടി കണികകളുടെ ചലനത്താലുണ്ടായ മഹത്തായ മനോഹരമായ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ. ഇനി എപ്പോഴെങ്കിലും ജീവിതം അനിശ്ചിതമെന്ന് തോന്നിയാൽ സ്നേഹത്തിൻ്റെ, കമ്പാഷൻ്റെ ഒരു ചെറു പുഞ്ചിരിയോടെ ഒന്ന് തിരിഞ്ഞു നോക്കുക. കടന്നു വന്ന വഴികൾ ഓർക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അറിയും, സംടൈംസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്സ് ആർ ദ വൺസ് വി നെവർ പ്ലാൻഡ്.